ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ പ്രധാനപ്പെട്ട 2 സന്തോഷ വാർത്തകൾ അറിയിക്കുക എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ രീതിയിലൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ടൊരു ഷട്ടറൊക്കെ വാങ്ങി കടയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അഡ്വാൻസ് ഒക്കെ കൊടുത്ത് എൻ്റെ പേരിലാക്കി വെച്ചേക്കണു. നമുക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങണം. ഏതൊക്കെ നമുക്ക് ഇനി വയ്യെ പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തംബ്നെയിലിൽ കൊടുത്തിട്ടുണ്ടാവും. കൊടുക്കണമല്ലോ, അപ്പോഴല്ലേ നിങ്ങൾ കയറി കാണുമല്ലോ. അപ്പം അത് തന്നെ നമ്മളെ വീട്ടിലൊരു പുതിയ അതിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ഹിസ് നെയിം മിട്ടു. മിട്ടു മിട്ടു ഇതൊക്കെ ഇവനാണ് ആള്. ഇവനാണ് ആള്, എൻ്റെ മിട്ടു മോനെ. അപ്പോൾ ഇവനും ഉണ്ടാവും ഇനി ഞങ്ങളെ വീഡിയോയില്. നമ്മളൊരു പ്രധാനപ്പെട്ട മെമ്പറാട്ടോ. വന്നിട്ട് 2 ദിവസമായി. പക്ഷേ കണ്ട, നമ്മൾ കിടന്ന ഓണം കിടക്കും. ഓൻ്റെ ഒരു പ്രധാന ആക്ടിവിറ്റി ഇതാണ്. ടുട്ടുടാ ടുട്ടുടു കടാ. ഇവനും കിட்ட നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓൻ്റെ പണി ഇതാണ്. ഇവിടെ വേദനാക്കല്ലേ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷെ അങ്ങനെ മുട്ടി നിൽക്കണം തോന്നുന്നുണ്ട്. ഓനൊരു അവസരം കൊടുക്കണം. 1 വയസ്സായിക്കണോ. മീറ്റിങ്ങിന് മുട്ടി നിൽക്കണോ സംശയമുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഇവൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു തരാം. ഓക്കെ, മിട്ടു പക്ഷെ വെള്ളം കൂടെ ഒക്കെ പെടുന്നാക്കിട്ട പാത്രത്തില് ഞങ്ങള് ഒരുത്തൻ കിടക്കണത് എവിടെ പാവുണ്ട്. മടിയനാണ്, വെറും മടിയൻ. തിന്ന അപ്പിട ഉറങ്ങ, തിന്ന അപ്പിട വങ്ങ, തിന്ന അപ്പിട ഉറങ്ങ. എന്ത് സുഖലേ. ഇവൻ ഇത്ര മതി, എൻ്റെ ഫുഡ് റെഡി. കൊഞ്ചലിൻ്റെ ആളാണ്. സുഖം പിടിച്ചിങ്ങ കിടക്കാണ്ട് നോക്കിയ സുഖിച്ചിങ്ങോട്ട് മരിച്ചു മോനെ. സുഖത്തിൽ ലയിച്ചു പോയി. മിട്ടോ മിറ്റുവിൻ്റെ പല്ലൊക്കെയാ. മിറ്റുവിൻ്റെ പല്ല് കാണിച്ചു കൊടുത്താ. മിറ്റുവിൻ്റെ പല്ല് കാണിച്ചു കൊടുത്താ. പല്ല് കാണിച്ചു കൊടുക്കും മിറ്റോ. മിറ്റു മോനെ. അപ്പൊ അങ്ങനെ കൊടുക്ക പുറത്തേക്ക് പോവാ. പോവാണോ മിട്ടോ? മിട്ടോടുക്ക് പോകണ്ട, അവിടെ അടച്ചേക്കണല്ലേ ഞാൻ. എങ്ങനെ പോവാ കർണാട്ടിക്ക? വന്നപ്പോ തൊട്ട് ആള് പുറത്തേക്ക് ചാടൽ എങ്ങനെയാന്ന് നോക്കി നടക്കാട്ടോ. തലട്ട് വരെ നോക്കുന്നുണ്ട് എങ്ങനെ ചാടുന്നുള്ളത്. വിടണം, വിടൂലെന്നല്ല, ഒന്നിണങ്ങട്ടെ. സ്ഥലം ഏരിയൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ആ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ ഓപ്പണാക്കി കൊടുക്കണം. അപ്പം ഇങ്ങനെ ഇതേപോലത്തെ സൈഡ് ലൈമ കൂടെ ഇങ്ങനെ പോയിക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ പോയി വരണമെന്നുണ്ടെങ്കിൽ സെറ്റല്ലേ. പുറത്ത് പോയി അപ്പിടും കൂടെ ചെയ്താൽ സെറ്റ്. സൂറാട്ടിപ്പായി. എൻ്റെ ചെടിയൊക്കെ ഇപ്പോൾ പറിച്ചെടുക്കും തോന്നുന്നുണ്ട്. ഈ കാവൽക്കാരൻ്റെ മാതിരി ഞാൻ അവിടെ ഉണ്ടാവും. പക്ഷേ ഇവിടെ കിടന്നുറങ്ങല്ലേ ഇതില് പുറത്തെ സെറ്റാക്കി വെച്ചു. വേറെ പാത്രത്തിൽ വെച്ചിട്ടൊന്നും കിടക്കണില്ല. ഇവിടെ ഒന്നും കിടക്കുക. അപ്പൊ അവിടെ വല്ല ശീലകഷ്ണം വെച്ചിട്ടു അതിൽ കിടക്കും. ഇതൊന്നും കളിച്ചണേ. ഇതൊക്കെ കളിക്കലിന് ആള് ഉഷാറടി. പക്ഷെ എന്തോ എടുത്തിട്ട് തിന്നനുണ്ട് കേട്ടോ. ബീഫാണ്. അസുഖമൊന്നും വരൂലേക്കൂലേ?
ബീഫല്ല, ബ്രെഡാണ്. ബ്രെഡ് ഇപ്പം നമ്മൾ നിന്നിണ്ടല്ലോ, നമുക്ക് വിഷയമൊന്നുമില്ലല്ലോ. ബീഫ് തിന്നില്ല കേട്ടോ, ബ്രെഡ് കഷ്ണം തിന്നാളൂ. മിത്തുമോൻ മണേ പോയി 2 റൗണ്ട് അപ്പിട്ടിട്ട് പോരെ. ഇങ്ങനെ താവടം, പല്ലിനെ തപ്പ്, പാറ്റനെ തപ്പ്, വീട്ടിൽ ആ സാധനങ്ങളൊന്നും ഇല്ലാതായിട്ടോ. ഒക്കെ കണ്ടപോയി ഓടിയിട്ടുണ്ടാവും. മണി അപ്പിട്ടോ കയറിയാണ്ട് കേട്ടോ. എനിക്ക് കുറെ വ്യൂസ് ഉണ്ടാവും, എൻ്റെ അപ്പിടൽ കാണാൻ ആൾക്കാരുണ്ടാവും. ആണ് കേട്ടോ. കര സെറ്റ്. ഞാൻ പിന്നെ അപ്പിട്ടവ. അയ്യേ പാവട്ടോ, മിട്ടൂൻ്റെ അപ്പിടലല്ല ഓരോ കാണാൻ പോളെ. അയ്യേ മിട്ടൂൻ്റെ അപ്പിടലെല്ലാവരും കാണട്ടോ. മിട്ടുമോൻ പുറത്തേക്ക് വിടാത്തതിൻ്റെ രോദനം അവന് നല്ലോണം കിട്ടും. പക്ഷെ നമ്മൾ വിടുവനെ ഇപ്പോഴല്ല, 2 ദിവസം കഴിയട്ടെ എന്നിട്ടല്ലേ ഉള്ളൂ. ഇങ്ങനെ അവനെ. മിട്ടുമോനെ ചടിക്കോ. ബാ അകത്തേക്ക് പോവാ പറഞ്ഞപ്പോ മെല്ലെ പുറത്തേക്ക് മണ്ട ഉള്ളിലേക്ക് കയറാനും മടിയാണ്. ഉള്ളിലേക്ക് കയറിയ പിന്നെ ആശ അവിടെ പോയി കിടക്കണേ. ബോറടി തെണ്ടിന്നെ പിന്നെയും കൂട്ടിലിട്ടു. അങ്ങനെ വിടാൻ കേട്ടോ, പക്ഷെ സങ്കടം വേണ്ട സത്യം പറഞ്ഞാല്. ബാ വിളിച്ചാലൊക്കെ വരും, കൂടെ വരും. സീനൊന്നുമില്ല കേട്ടോ. ബാ ഇങ്ങോട്ട് വരാം. ബാ ഇങ്ങോട്ട് വാ, കമോൺ ഇങ്ങോട്ട് കയറാ. അപ്പൊ മച്ചാറിൻ്റെ ഇത് ഇങ്ങോട്ട് കയറാ. ബാ ഇങ്ങോട്ട് വാ. ജംപ് മിട്ടുമോൻ മിക്കവാറും കട്ടിലിൻ്റെ അടിക്ക് കയറി ഉന്നം വെക്കുന്നുണ്ട്. ബാ ഇങ്ങനെ ചാരി കണ്ട് ഇങ്ങനെ നിൽക്കുക. ആവട്ടോ, ഞാൻ സാധാരണ ഇത്ര സ്നേഹമുള്ള പൂച്ചകളെ ഞാൻ കണ്ടിട്ടില്ല. ഐ മീൻ ഒരു എന്താ പറയുക, ഡോഗൊക്കെ നിൽക്കണ മാതിരി നമ്മളെ റെസ്പെക്ട് ചെയ്തിട്ട് നമ്മളെ കൂടെ ഇങ്ങനെ നടക്കണ ഞാൻ ആദ്യമായിട്ടെ. ഇനി എനിക്ക് ഇത് വേറെ കൂടുതലായിട്ട് പരിചയമില്ല കേട്ടോളെ കുറിച്ചിട്ട്. ഇനി അതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. എനിക്കിതിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ബാ മിട്ടു ബാ. വിളിച്ചങ്ങ വരും, കുടുങ്ങി എന്താ രസം. ബാ കമോൺ നടക്ക്. അതെന്നാ ഇപ്പറൊക്കെ ഇങ്ങനെ ഈച്ചനെ കണ്ടാല്, പല്ലിനെ കണ്ടാല് എന്ത് സംഭവമൊക്കെ ഭയങ്കര കേട്ടോ. കാരണം അപ്പിടാനുള്ള പാത്രം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഫുഡ് ചെറുക്കുക, അടുത്തൊരു ബീഫ് കഷ്ണമൊക്കെ ഇട്ട് കൊടുത്ത കൂടെ അവൻ്റെ ഫുഡിൻ്റെ കൂടെ തിന്നിട്ട് ഒരു ബീഫ് കഷ്ണവും 2 ബ്രെഡ് കഷ്ണവും കഴിച്ചപ്പെട്ടെടുത്തതാണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. മിട്ടുമോൻ്റെ വിശേഷങ്ങൾ. മിട്ടുമോൻ കണ്ടു നോക്കടാ. മിട്ടുമോനെ ഇവിടെയൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കണേ. ഇവിടെ ക്ലോസ് ചെയ്തേക്കണേ. ഗ്യാപ്പ് കിട്ടിയ ചാടും. ഇവിടെ പ്ലേറ്റ് ആയിട്ടൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചേക്കണേ. ഒന്ന് സെറ്റായിട്ട് വിടാന്ന് വിചാരിച്ചിട്ടേ. അപ്പം ആ കണ്ടതാണ് ഇന്ന് പറയാനുള്ളത്. എങ്ങനെയുണ്ട് നിങ്ങളെ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്ക്. സംരംഭത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരും. സൈനിങ് ഔട്ട്.